ദേ ഈ കാണുന്നതാണ് എൻ്റെ അടുത്ത് ആകെയുള്ളതും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതായ കട്ടർ. എന്നാൽ പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കട്ടർ ഉണ്ടാക്കിയേക്കാം. പിന്നെ ക്ലേ വെച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ കട്ടിംഗ് ബോർഡ് മാറ്റിയിട്ട് പഴയതിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. പഴയതുള്ളപ്പോൾ വെറുതെ പുതിയത് നശിപ്പിക്കണ്ടല്ലോ. ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ് ആ ഫ്ലവറിൻ്റെ ഷേപ്പുള്ള ആ കട്ടറില്ലേ, അതുണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതാവുമ്പോൾ വലിയ പണിയൊന്നും എടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി തേച്ചൊക്കെ എടുത്താൽ മതിയല്ലോ. പിന്നെ ക്യൂട്ട്നെസ്സിനും കുറവുണ്ടാവില്ല. പറഞ്ഞ പോലെ ഞാൻ ഉരുട്ടി തേച്ചൊട്ടിച്ച് ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ക്ലേ ഉണങ്ങി പോകുന്നതിന് മുന്നേ തന്നെ ബ്ലേഡിൻ്റെ ഒരു പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണേ. ബ്ലേഡ് ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും ഒന്ന് കൈമുറിയാണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പെയിന്റ് അടിച്ചു കൊടുക്കാവേ. ടോട്ടൽ ഒരു 2 കോട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വാർണിഷോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്ലിയർ നെയിൽ പോളിഷോ അടിച്ചു കൊടുക്കാവേ. ഞാൻ ക്ലേ വെച്ചിട്ട് തന്നെ ഒരു കവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. കവറും കൂടെ ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കാമല്ലോ. പുതിയ ബ്ലേഡ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്ലേ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയട്ടോ. എനിക്കെന്താണ് നല്ല യൂസ്ഫുൾ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.